നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സെഷനാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം, കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഏരിയ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ നെറ്റിലെ 10 മൊഡ്യൂളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് നമ്മൾ ഇതിനെ പറ്റി പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്കും, ഈ ടോപ്പിക്ക് പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്കും നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഇത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മൾ ജനറലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. മറ്റു ടോപ്പിക്കുകളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തൊരു ഏരിയ ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി പഠിക്കാനില്ലാത്തൊരു ഏരിയയും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റു ടോപ്പിക്കുകളൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. ഇപ്പം പീപ്പിൾ ആയിക്കോട്ടെ, ICT ആയിക്കോട്ടെ, റിസർച്ച് ആയിക്കോട്ടെ, നമ്മൾ ഒത്തിരി തിയറികൾ പഠിക്കാനുണ്ട്. ടീച്ചിങ് ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ ഒത്തിരി തിയറി നമുക്ക് പഠിക്കാനുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ, അതിനകത്തൊക്കെ എത്ര തിയറി പഠിക്കാനുണ്ട്. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ള തിയറി വളരെ വളരെ കുറവാണ്. അത് മാത്രമല്ല, നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമ്മുടെ ഒരു ജനറൽ ഐഡിയ വെച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ള ഒരു ജനറൽ ഐഡിയ ഒക്കെ തന്നെ മതി ഇത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടും. നമ്മൾ ആ ആൻസറിലേക്ക് നമ്മളെ ലീഡ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഒരു 2 തവണ വായിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ, ആൻസറിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ ക്ലാസ് റൂമിലുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് അപ്പൊ ചോദ്യം. ഇൻ എ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഇഫക്റ്റീവ് വെൻ പാർട്ടിസിപ്പൻസ് ആർ. ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്തൊക്കെ ആയിരിക്കണം എന്നാണ് ചോദ്യം. ഇവിടെ ആക്റ്റീവ് എന്നൊരു വേർഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ആക്റ്റീവ് ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്തായിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ ഇവിടെ ഇഫക്റ്റീവ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എപ്പോഴും നിങ്ങൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് സെൻഡർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു, റിസീവർ അത് കേട്ടു, മനസ്സിലാക്കി, അതിന് തിരിച്ചൊരു റിപ്ലൈ കൊടുത്തു. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത്, അല്ലെ? ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നു എന്ന് ചോദിച്ചാൽ നടന്നു. പക്ഷെ ഇഫക്റ്റീവ് ആണോ? അല്ല. കാരണം ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു പേർപ്പസിലേക്ക് അത് എത്തിയിട്ടില്ല. ആ ഒരു പേർപ്പസിലേക്ക് എത്തുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത്. അപ്പൊ ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങൾ അതിന് തിരിച്ചൊരു റിപ്ലൈ തരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത്. അപ്പൊ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു റിപ്ലൈ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ഇഫക്റ്റീവ് എന്നുള്ള വേർഡ് ഒരു കീ വേർഡ് ആണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുമ്പോൾ റിപ്ലൈ ഉണ്ട്. റിപ്ലൈ ഉണ്ടാവണമെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്തായിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് എന്നുള്ള വേർഡിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ അത് ഒരെണ്ണം എ എന്താണെങ്കിലും വരും. ഓക്കെ, ഡി വരുമോ? സൈലന്റ് ആയിട്ട് ഇരുന്ന് എങ്ങനെയാ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുക? ഡി നമുക്ക് ഒമിറ്റ് ചെയ്യാം. അപ്പൊ ഡി വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? അങ്ങനെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് സൈലന്റ് ഇ ആണ്, അൺക്രിട്ടിക്കൽ എഫ് ആണ്. ഐ എം സോ സോറി. ABCD സൈലന്റ് ഇ ആണ്, അൺക്രിട്ടിക്കൽ എഫ് ആണ്. അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് മനസ്സിലാക്കണേ. ഞാനതൊന്ന് നിങ്ങളൊന്ന് അത് ഞാൻ ഇത് നോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് അയക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ ഇ ആണ് സൈലൻസ് വരിക. അപ്പൊ ഈ വരുന്ന ഓപ്ഷൻസ് എന്താണെങ്കിലും എടുക്കാൻ പറ്റില്ല. ഈ വരുന്ന 2 ഓപ്ഷനല്ല, ബിയും ഡിയും. അപ്പൊ ബിയും ഡിയും അല്ല നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അൺക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ അഗെയിൻ അത് എഫ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഡി ആണ്. ഡി എന്തായാലും എടുക്കാൻ പറ്റില്ല, കാരണം സൈലന്റ് വന്നതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. അപ്പോ ഇയും എഫും ആൻസർ ആയിട്ട് വരില്ല. ബാക്കി ഏതൊക്കെയാണ്? ABCD. ഇനി അതിനകത്ത് ആക്റ്റീവ് എന്താണെങ്കിലും വരണം, അല്ലെ? അപ്പൊ ആക്റ്റീവ് വരുന്ന 2 ഓപ്ഷൻസ് നമുക്ക് ബാലൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? എയും സിയും. അപ്പൊ ബാക്കി ഇനി ഏതാണ് അതിനകത്ത് കോമൺ അല്ലാത്തത്? സി മാത്രമാണ് കോമൺ അല്ലാത്തത്, അല്ലെ? ഒന്നില് ഹെട്രോഫിലസ് ഉണ്ട്, സിയില് ഹെട്രോഫിലസ് ഇല്ല. അപ്പൊ എംപത്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ടീച്ചർ
ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി, അപ്പൊ ടീച്ചർ അയ്യോ പാവം കഷ്ടമായി പോയി എന്ന് പറയുന്നത് സിമ്പതിയാണ് അല്ലെ. അതായത് ഇപ്പൊ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുട്ടി ഫെയിൽ ആയിപ്പോയി, അപ്പൊ ടീച്ചർ എന്ത് ചിന്തിക്കണം, അയ്യോ പാവം കഷ്ടമായി പോയി എന്ന് ചിന്തിക്കുന്നത് സിമ്പതിയാണ്. എംപതി ആവുന്നത് എപ്പോഴാണ്, അയ്യോ ആ കുട്ടിക്ക് എന്ത് പറ്റി കാണും, അതൊന്ന് നോക്കണല്ലോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രോബ്ലം തന്റെ പ്രോബ്ലമായി കണ്ട് അതിനെ സോൾവ് ചെയ്യാൻ ടീച്ചർ ശ്രമിക്കുമ്പോഴാണ് ടീച്ചർ എംപത്തറ്റിക് ആവുന്നത്. അപ്പൊ ഒരു ക്ലാസ് റൂമിലെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കണം, എംപത്തറ്റിക് ആയിരിക്കണം. അപ്പൊ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ അയ്യോ കഷ്ടമായി പോയി എന്ന് പറയുന്നതുകൊണ്ട് അവിടെ സൊല്യൂഷൻ ഇല്ല. അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കണം, എംപത്തറ്റിക് ആയിരിക്കണം. അപ്പൊ ആക്റ്റീവ്, എംപത്തറ്റിക്. ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടാവുക സിയും ഡിയും ആണ്. എന്തായാലും ഹെട്രോഫിലസും ഉണ്ട്, ഹോമോഫിലസും ഉണ്ട്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാം. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേപോലെ ഇരിക്കുന്നത്. ഫിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ താല്പര്യങ്ങളുള്ള ആളുകൾ എന്നാണ്. ഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം എന്നാണ്. ബിബ്ലിയോഫൈൽ, പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ബിബ്ലിയോഫൈൽ. അപ്പൊ ഹോമോഫിലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തരം ഇഷ്ടങ്ങൾ ഉള്ളവര്. ഹെട്രോഫിലസോ വ്യത്യസ്ത ഇഷ്ടങ്ങൾ ഉള്ളവര്, ഈ വ്യത്യസ്ത തരത്തിലുള്ളവര്. അപ്പൊ ഒരു ക്ലാസ് റൂം ഇഫക്റ്റീവ് ആവണമെങ്കിൽ പലരും പല ഇഷ്ടങ്ങളുള്ള ആളുകളാണെങ്കിൽ ആ ക്ലാസ് റൂം ഇഫക്റ്റീവ് ആവോ കമ്മ്യൂണിക്കേഷൻ? ഇല്ല. ഒരേ കാറ്റഗറി. അപ്പൊ നിങ്ങൾ വിചാരിക്കും പല ടൈപ്പ് ഓഫ് കുട്ടികളില്ലേന്ന്. പക്ഷെ ഇപ്പൊ ഞാനൊരു കാര്യം പറയുന്നത്, സയൻസ് ഗ്രൂപ്പ് എടുത്തേക്കുന്ന കുട്ടികൾ അവർക്ക് പല പല താല്പര്യങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് കോമൺ ആയിട്ടൊരു താല്പര്യം ഉണ്ടല്ലേ. ആ താല്പര്യം ഉള്ളതുകൊണ്ടാണ് അവർ ആ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു കോമൺ താല്പര്യം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കോമൺ താല്പര്യം ഉണ്ടെങ്കിലാണ് ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പൊ എന്തായിരിക്കണം, ഹോമോഫിലസ് ആയിരിക്കണം ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പൊ ആക്റ്റീവ്, എംപത്തറ്റിക്, ഹോമോഫിലസ്. ഓക്കെ, അപ്പം ആക്റ്റീവ് വരും, എംപത്തറ്റിക് വരും, ഹോമോഫിലസ് വരും. ഇനി ഹെട്രോഫിലസ് വരില്ല എന്ന് പറഞ്ഞു അല്ലെ. വ്യത്യസ്ത തരത്തിൽ ഇഷ്ടങ്ങളുള്ള ആളുകൾ ഒരിക്കലും ഒരു ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ അത് ഇഫക്റ്റീവ് ആവില്ല. ഇനി സൈലന്റ്, അത് വരാൻ പാടില്ല, അത് ഇ ആണ്. ഇനി അൺക്രിട്ടിക്കൽ. അൺക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിട്ടിക്കൽ ആവാതിരിക്കുക. ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലാസ് റൂം ഇഫക്റ്റീവ് ആവണമെങ്കിൽ അവിടെ ക്രിറ്റിസിസം ഉണ്ടായിരിക്കണം. ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നതിന് ഒരു പോസിറ്റീവ് സെൻസ് ഉണ്ട്. അതായത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് ഇപ്പൊ ടീച്ചറിനെ പഠിപ്പിക്കുന്ന കാര്യത്തിലേക്ക് കുട്ടികളും കൂടെ ആഡ് ചെയ്യാണ്. അവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടക്കുവാണ് ക്രിട്ടിക്കൽ ആവുമ്പോൾ. അൺക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഒരു തരത്തിലുള്ള പാർട്ടിസിപ്പേഷന് പോകുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ അതും പാടില്ല. അപ്പോ ഇയും എഫും അവിടെ വരില്ല. ഓക്കെ, ഇയും എഫും വരില്ല, അതുപോലെ തന്നെ സിയും വരില്ല. അപ്പൊ എ, ബി, ഡി എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ ഈ വേർഡുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എംപത്തറ്റിക് ആയിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് അവിടെ ഫീഡ്ബാക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. എവിടെ നിങ്ങൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ റിപ്ലൈ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പോകുന്നുണ്ട്. അതായത് ഞാനൊരു മെസ്സേജ് അയച്ചു, ഞാൻ സെൻഡർ ആണ്, നിങ്ങൾ റിസീവർ ആണ് അല്ലെ. റിസീവർ ആ മെസ്സേജ് റീഡ് ചെയ്ത് മനസ്സിലാക്കി തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ അപ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് അല്ലെ. ആ ഒരു മെസ്സേജ് സർക്കിൾ കംപ്ലീറ്റ് ആവുന്നത് എനിക്ക് തിരിച്ച് നിങ്ങളുടെ റിപ്ലൈ കിട്ടുമ്പോഴാണ്. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടെ ഓർക്കണം, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സെൻഡർ റിസീവറും റിസീവർ സെൻഡറും ആവും. എങ്ങനെയാണ്, ഞാൻ സെൻഡ് ചെയ്യുന്ന ആളാണ് അല്ലെ, ഞാൻ സെൻഡ് ചെയ്യുന്ന ആള്, നിങ്ങൾ റിസീവ് ചെയ്യുന്ന ആള്. ഇനി കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ ഒരു റിപ്ലൈ തരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ആരായി, സെൻഡർ ആയി. നിങ്ങളുടെ റിപ്ലൈ ഞാൻ കേൾക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ആരായി, റിസീവർ ആയി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുമ്പോൾ സെൻഡർ റിസീവറും റിസീവർ സെൻഡറും ആകും. ആ ഐഡിയ ക്ലിയർ ആയല്ലോ. ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന നിങ്ങൾ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ എനിക്ക് റിപ്ലൈ തരുമ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ആളും ഞാൻ ആ റിപ്ലൈ കേൾക്കുന്ന ആളുമായി അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുമ്പോൾ സെൻഡർ റിസീവറും റിസീവർ സെൻഡറും ആവും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മെസ്സേജ് സൈക്ലിക്കൽ ആവും. സൈക്ലിക്കൽ എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജ് സൈക്ലിക്കൽ ആണ്, സെൻഡറും റിസീവറും തമ്മിലുള്ള റോള് എക്സ്ചേഞ്ച് ആവും. അത് ഇത്രയും കാര്യങ്ങൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് പല രീതിയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സെൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പമാവും. സി ആണ് ആൻസർ വരുന്നത് അല്ലെ. ഇനി ഇതും ഈ വേർഡ് വെച്ചിട്ടുള്ള കുറെ പ്ലേ ആണ്. പെർസ്വേഷൻ കമ്മ്യൂണിക്കേഷൻ ഇൻ എ ക്ലാസ് റൂം. പെർസ്വേഷൻ എന്ന് പറയുന്ന വേർഡ് കമ്മ്യൂണിക്കേഷന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പെർസ്വേഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഉപദേശിക്കുകയാണ്.
അല്ലെ? അപ്പൊ ഈ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അയാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുക. അതായത് നമുക്കിപ്പോ ഒരാളെ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കിപ്പിക്കണം, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ അയാൾ എന്താ ചെയ്യുക? നമ്മൾ അയാളെ പറഞ്ഞ് അയാളെ കൊണ്ട് അത് ബോധ്യപ്പെടുത്തും, അല്ലെ? ഇതിങ്ങനെയല്ല, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതാണ് പെർsuasionൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പെർsuasion കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ക്ലാസ് റൂം ഇന്റൻസ് ടു മേക്ക് പീപ്പിൾ അക്സെപ്റ്റ് എ പെർട്ടിക്കുലർ. അപ്പൊ ഈ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ പെർsuasion എന്ന് പറയുന്നത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. വെർബൽ നോയ്സ്. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. വെർബൽ നോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പുറത്തുനിന്ന് ഭയങ്കര ബഹളം ഉണ്ടായി, അതൊരു നോയ്സ് ആണ്. ഇനി നമ്മളിപ്പം നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും റേഞ്ച് ഇഷ്യൂ ഉണ്ടായി, അതൊരു നോയ്സ് ആണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ നോയ്സ് വരാം. അപ്പൊ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ റൂഫിലേക്ക് വന്ന് വീഴുന്ന ശബ്ദം കാരണം ക്ലാസ് എടുക്കുന്നത് കേൾക്കുന്നില്ല, അതൊരു നോയ്സ് ആണ്. അപ്പൊ നോയ്സ് എന്ന് പറയുമ്പോൾ ശബ്ദം എന്നുള്ളതല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഹിൻഡ്രൻസുകൾ, അതിനകത്ത് ഉണ്ടാവുന്ന തടസ്സങ്ങളെല്ലാം നമ്മൾ നോയ്സ് എന്നാണ് പറയാ. അപ്പൊ പൊതുവെ നമ്മൾ നോയ്സ് എന്ന് കേൾക്കുമ്പോൾ ശബ്ദം എന്ന് മാത്രം വിചാരിക്കും. അങ്ങനെയല്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നതിൽ വരുന്ന തടസ്സങ്ങളെ ഒക്കെ നമ്മൾ വെർബൽ നോയ്സ് എന്നാണ് പറയാ. അപ്പൊ പെർsuasion കമ്മ്യൂണിക്കേഷനിൽ ആളുകൾ എന്താണ് നോയ്സ് ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത്? അല്ല. ഇനി വെർബൽ ജഗ്ലറി. എന്താണ് ഈ വെർബൽ ജഗ്ലറി? ജഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ 3 ഇതൊക്കെ വെച്ചിട്ട് അമ്മാനമാടുക എന്ന് പറയില്ലേ, അതിനെയാണ് ജഗ്ലിംഗ് എന്ന് പറയാ. നമ്മൾ ഈ 3 ബോളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജഗ്ൽ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, അതിനാണ് ജഗ്ലറി എന്ന് പറയാം, അമ്മാനമാടുക എന്ന് പറയാം. അപ്പൊ വെർബൽ ജഗ്ലറി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകൾ കൊണ്ട് അമ്മാനമാടുക. അതാണോ പെർsuasion ഉദ്ദേശിക്കുന്നത്? അല്ല. നമ്മൾ ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി പൊസിഷൻ ഡിസോറിയന്റേഷൻ. ഡിസോറിയന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ ഓറിയന്റഡ് ആയിട്ടിരിക്കണം. ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രീകൃതമായിട്ടിരിക്കുന്നതിനെ വികേന്ദ്രീകരിക്കുക, അതിനെ വേർപ്പെടുത്തി വെക്കുക. അതാണോ പെർsuasionൽ ചെയ്യുന്നത്? അല്ല. ഒരു പൊസിഷനിലേക്ക് ഒരാളെ എത്തിപ്പിക്കുകയാണ്. അതായത് ഇപ്പൊ എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇപ്പൊ എനിക്കൊരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഞാൻ എന്ത് പറയും? ഈ കട നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പെർsuade ചെയ്യാണ്. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് നിങ്ങളൊരു സാധനം ഞാൻ വാങ്ങിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തായിരിക്കും പറയാ? അതെ, ഞാൻ ആ കടയിൽ പോയിട്ടാണ് ഈ സാധനം വാങ്ങിച്ചത്, അത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാനത് പെർsuade ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു പൊസിഷൻ സെറ്റ് ചെയ്യുവാണ്, അതിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുവാണ് പെർsuasionലൂടെ ചെയ്യുന്നത്. അപ്പൊ പെർsuasion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് ഒരു പൊസിഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണ് ഇന്ന പാർട്ടി നല്ലതാണ്, അല്ലെങ്കിൽ ഇന്ന പൊളിറ്റീഷ്യൻ നല്ലതാണ്, അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യുവാണെങ്കിൽ ഇന്ന പൊളിറ്റീഷ്യൻ വോട്ട് ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങളൊരു പൊസിഷൻ എടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുവാണ്? പ്രേരിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പൊ പെർsuasion എന്ന് പറയുന്നത് എന്താണ് അവിടെ മറ്റൊരാളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഒരു പൊസിഷൻ, ഒരു ഡിസിഷൻ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെ? അപ്പൊ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും. അപ്പൊ നമ്മൾ നേരിട്ട് ആ വേർഡ് അങ്ങനെയല്ല, മറ്റു 3 വേർഡുകളും എന്താണെങ്കിലും വരില്ല, കാരണം ആ 3 വേർഡുകളും നെഗറ്റീവ് ആയിട്ടുള്ള വേർഡുകളാണ്. അപ്പൊ അതല്ല ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഒരാളെ കൊണ്ട് ഒരു പൊസിഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ് പെർsuasion കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാനിപ്പുലേഷനിലും സംഭവിക്കുന്നത്, അല്ലെ? അത് നെഗറ്റീവ് സെൻസിലാണെന്ന് മാത്രം. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യിപ്പിക്കണേ? നിങ്ങളെ കൊണ്ട് ഒരു പൊസിഷൻ എടുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാനൊരു തീരുമാനം എടുപ്പിക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷകരമായിരിക്കും. മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദോഷകരമാണ്, അല്ലെ? ഞാൻ പറയാണ് ഇത് ചെയ്തോ, ഇത് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും എന്നൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പെർsuasion അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. പെർsuasion കുറച്ചും കൂടി ഒരു പോസിറ്റീവ് സെൻസ് ആണ് ഉള്ളതെങ്കിൽ മാനിപ്പുലേഷൻ ഒരു നെഗറ്റീവ് സെൻസ് ആണ്. രണ്ടിലും ഒരേ കാര്യം സംഭവിക്കുന്നത്, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയാണ് ഇത് ഉപയോഗിക്കുന്നത് ശരിയല്ല, ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ആ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിപ്പിക്കുകയാണ്, അല്ലെ? ഞാൻ ആ ഒരു പൊസിഷൻ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുകയാണ്. അത് പെർsuasion ആണ്. ഇനി മാനിപ്പുലേഷൻ എന്താണ്? ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു തെറ്റായ കാര്യം ചെയ്യിപ്പിക്കുന്നതാണ് മാനിപ്പുലേഷൻ. അവിടെ ഞാൻ ഇതേ പേർപ്പസാ ചെയ്യുക, അല്ലെ? അതായത് ഒരാളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കാനും ഒരാളെ കൊണ്ട് മോശം കാര്യം ചെയ്യിപ്പിക്കാനും നമ്മൾ ഒരേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുക. പക്ഷെ രണ്ടും എന്താണ്? ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെന്ന് മാത്രം. പക്ഷെ വഴിയൊക്കെ എന്താണ്? സെയിം ആണ്. സോ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും. ഓക്കെ, 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻസൈഡ് ദ ക്ലാസ് റൂം ലീഡ്സ് ടു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുക എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണല്ലോ. അപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? അൺകൺട്രോൾഡ് ഡിസ്കോഴ്സസ് വരുമോ?
അൺകൺട്രോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡിസ്കഷൻ ഉണ്ടാവുക, അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഡി ഒരിക്കലും ആൻസർ ആയിട്ട് വരില്ല അല്ലെ. ഐ എം സോറി, കോഡാണ്. ഡി ഒരിക്കലും ആൻസർ ആയിട്ട് വരില്ല. അപ്പൊ ഡി വരുന്ന ഓപ്ഷൻസ് ഒക്കെ അങ്ങ് കട്ട് ചെയ്യുക. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? അതായത് ഡി എന്ന് പറയുന്ന അൺകൺട്രോൾഡ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, നെഗറ്റീവ് അല്ലേ? ഇഫക്റ്റീവില് നമുക്ക് അങ്ങനെ അൺകൺട്രോൾഡ് വരുമോ? ഇല്ല. അപ്പൊ ഡി വരുന്ന ഓപ്ഷൻസ് ഒക്കെ കളയാ. ഡി വരുന്ന ഓപ്ഷൻസ് ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൻസർ എന്താണ്? എ. ഇനി എ ബി സി നോക്കാം. പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി ശരിയല്ലേ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് നടക്കും. ഇന്റൻസീവ് നോളജ്, എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോൾ ക്ലാസ്സിന് പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള നോളജ് ആണ് അല്ലെ. ഇന്റൻസീവ് നോളജ്, എക്സ്റ്റെൻസീവ് നോളജ്, ഇത് മൂന്നും ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടാവും. എ ബി സി. ഇനി ഈ എന്തുകൊണ്ട് ഞാൻ എടുത്തില്ല? എന്താണ് ഈ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ അപ്പൊ എന്ത് തരം കമ്മ്യൂണിക്കേഷൻ ആണ്? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. എന്തുകൊണ്ട് വെർട്ടിക്കൽ ആയില്ല? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഒരു ഓഫീസ് ഉണ്ട്, ആ ഓഫീസിൽ ഒരു MD ഉണ്ട്, ആ ഓഫീസിൽ ഒരു പ്യൂൺ ഉണ്ട്. അപ്പൊ ഈ ഓഫീസിലെ MD പ്യൂണിന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അത് വെർട്ടിക്കൽ ആണ്. അത് ഡൗൺവേർഡ് ആണെന്ന് മാത്രം. ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആരാണ്? MD ആണ് അല്ലെ. ഏറ്റവും ടോപ്പിലുള്ളത് MD ആണ്. പ്യൂണിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ മുകളിൽ നിന്ന് താഴത്തോട്ടല്ലേ പോകുന്നത് അല്ലെ. ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആള് താഴെ നിൽക്കുന്ന ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി ഈ താഴെ നിൽക്കുന്ന പ്യൂണ് MDയോട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ചിലപ്പോൾ ലീവ് ചോദിക്കായിരിക്കും അല്ലെ. പ്യൂണിന് ലീവ് വേണം. അപ്പൊ MDയോട് ലീവിന്റെ കാര്യം സംസാരിക്കുകയാണ്. അതെന്താണ്? അത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. താഴെ ലെവലിൽ നിൽക്കുന്ന ഒരാള് മുകളിൽ ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ മുകളിൽ നിന്ന് താഴത്തേക്കാണെങ്കിലും താഴേന്ന് മുകളിലേക്കാണെങ്കിലും ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് വിളിക്കുക. ഈ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് റൂമിൽ പോസിബിൾ ആണോ? അല്ല. കാരണം 2 വ്യക്തികളല്ല ക്ലാസ് റൂമിൽ വരുന്നത്. ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അല്ലേ. അതായത് മൂന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാവുന്നതാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസ് റൂമിൽ ഒരിക്കലും എന്ത് പോസിബിൾ അല്ല? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. ക്ലാസ് റൂമിൽ എന്താണ്? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുക എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇയും വരില്ല അല്ലെ. ക്ലിയർ ആയല്ലോ അത്? അപ്പൊ എ ബി ആൻഡ് സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എളുപ്പമല്ലേ ഇത്? നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ ചാനലുകളാവാം. ഇപ്പൊ ഇഗ്നോയുടെ ചാനൽ ഉണ്ട് അല്ലെ, ഗ്യാൻ ദർശൻ. പിന്നെ ഇഷ്ടം പോലെ എന്താണ് എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പിന്നെ TV ചാനലുകളുണ്ട്, റേഡിയോ ചാനലുകളുണ്ട്. ഇപ്പൊ ഇഗ്നോയുടെ റേഡിയോ ചാനലാണ് ഗ്യാൻവാണി. അതെ, ഗ്യാൻവാണി. പിന്നെ ഇഷ്ടം പോലെ എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഓഡിയോ പോഡ്കാസ്റ്റുകൾ ഉണ്ട്, എഡ്യൂക്കേഷണൽ ഓഡിയോ പോഡ്കാസ്റ്റുകൾ. അപ്പോ ഇതിനകത്ത് അതിനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് സഫേഴ്സ് ഫ്രം ദി ഫാക്ടർ ഓഫ്. അപ്പൊ എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. എക്സ്റ്റെൻഡഡ് ഇന്ററാക്ടിവിറ്റി, അതൊരു പ്രശ്നമാണോ? സഫർ എന്ന് പറയുമ്പോൾ അതെന്തോ പ്രശ്നമാണ് അല്ലെ. സഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്തോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്, ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള അല്ല. കാരണം സഫർ ഫ്രം ദി ഫാക്ടർ ഓഫ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സഫർ എന്ന് പറയില്ലല്ലോ. അപ്പൊ അവിടെ ആ വേർഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ആൻസറിലേക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇത് ആൻസർ അറിയില്ലാത്ത ആളാണെങ്കിൽ പോലും സഫർ എന്ന് പറയുമ്പോൾ എന്തായാലും പോസിറ്റീവ് വരില്ല. അപ്പോ ഓട്ടോമേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഓട്ടോമാറ്റിക് ആവുന്നത് ഒരു പ്രശ്നമാണോ? അല്ല. എക്സ്റ്റെൻഡഡ് ഇന്ററാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇന്ററാക്ഷൻ. അത് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി അടുത്തതിലേക്ക് തലത്തിലേക്ക് പോവുകയാണ്. അത് പോസിറ്റീവ് അല്ലേ, നെഗറ്റീവ് അല്ലല്ലോ. പിന്നെ അറ്റൻഷൻ സ്പാൻ, ഇന്റേണൽ എക്സ്റ്റേണൽ മോണോപ്പൊളി. അപ്പൊ ഇവിടെ ഇന്റേണൽ എക്സ്റ്റേണൽ മോണോപ്പൊളി എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ചിലപ്പോഴെങ്കിലും അത് പ്രശ്നമായിട്ട് വരുമെന്ന് ചിന്തിക്കും. എന്താണ് ഈ മോണോപ്പൊളി എന്ന് പറയുന്നത്? ഒരാള് ബാക്കിയുള്ളവരെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇന്റേണലിയും എക്സ്റ്റേണലിയും അവിടെ ഒരു മോണോപ്പൊളി ഉണ്ടാവുന്നുണ്ട് എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗിൽ എന്നാണ്. അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ ചാനൽ കാണുവാണ്, അവിടെ നിങ്ങൾ ഇന്റേണൽ എക്സ്റ്റേണൽ മോണോപ്പൊളി ഒക്കെ നോക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ ഈ ചാനലിന്റെ MD എങ്ങനെ, അതൊന്നും നിങ്ങൾ നോക്കുന്നില്ല. അതിനകത്തെ കണ്ടന്റ് മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ. അത് പ്രേക്ഷകനെ എന്ത് ചെയ്യുന്നില്ല?
അഫക്റ്റ് ചെയ്യുന്നില്ല. ഇന്റേണൽ എക്സ്റ്റേണൽ മൊണോപ്പൊളി അത് എന്താണ് അത് വാച്ച് ചെയ്യുന്ന ആളുകളെ എഫക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു പത്രത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പൊളിറ്റിക്സ് അത് പത്രം വായിക്കുന്ന ആളുകളെ ബാധിക്കുന്നുണ്ടോ? പത്രത്തിനുള്ളിലെ പൊളിറ്റിക്സ് ആണ്. പത്രത്തിൽ അവരെഴുതി വെക്കുന്ന പൊളിറ്റിക്സിന്റെ കാര്യമല്ല പറയുന്നത്. ആ പത്രം ഓഫീസിലെ ഒരു പൊളിറ്റിക്സ് അത് ഒരിക്കലും പത്രം വായിക്കുന്ന ആളുകളെ എഫക്ട് ചെയ്യില്ല അല്ലെ. അത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ മാത്രം എഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ മോണോപ്പൊളി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഏകാധിപത്യം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ആ ഒരു എന്താണ് എഡ്യൂക്കേഷണൽ സ്ഥാപനത്തിൽ ഒരു ഏകാധിപത്യം ഉണ്ടാവുകയാണെങ്കിൽ ആ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ആ TV ചാനലോ കേൾക്കുന്നതും കാണുന്നതും ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യില്ല, അത് അവരെ എഫക്ട് ചെയ്യില്ല. ഇനി സി എന്താണ്? അറ്റൻഷൻ സ്പാൻ. നിങ്ങൾ ഇവിടെ ഒരു പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിലും ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അറ്റൻഷൻ സ്പാൻ ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിൽ ഇപ്പൊ ഇത് തന്നെ നമ്മൾ നോക്കുക. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ഫുൾ ക്ലാസ്സുകൾ ഓൺലൈനിലേക്ക് ആക്കിയപ്പോൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും? നിങ്ങളിപ്പോ ഫിസിക്കൽ ക്ലാസ് റൂമിൽ പോകുന്നതും ഇതിപ്പോ 1 മണിക്കൂർ ക്ലാസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ശ്രദ്ധിക്കാൻ പറ്റുന്നത്. നിങ്ങളൊരു 5 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. അത് ആർക്കും സാധ്യമല്ല. അവിടെ അറ്റൻഷൻ സ്പാൻ കുറയും. അതാണ് എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം നമ്മൾ ഫിസിക്കൽ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് 5 മണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ബ്രേക്ക് വരുന്നു. പിന്നെ നമ്മൾ ഫിസിക്കൽ ആണത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അറ്റൻഷൻ സ്പാനിന്റെ ഇഷ്യൂ ഫിസിക്കൽ ക്ലാസ് റൂമിൽ വരുന്നില്ല. അതേസമയം ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താണ്? അറ്റൻഷൻ സ്പാൻ തന്നെയാണ്. കാരണം ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കുറയും. അപ്പോൾ എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ICT റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ്ങിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? അറ്റൻഷൻ സ്പാൻ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ ഒത്തിരി റീൽസ് കാണുന്ന ആളുകളാണെങ്കിൽ അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറയും. അതായത് നിങ്ങൾ ഒത്തിരി റീൽസ് കാണുന്ന ആളുകളാണെങ്കിൽ ഒരു റീൽസ് എന്ന് പറയുന്നത് 60 സെക്കൻഡിൽ താഴെയാണ് അല്ലെ, 1 മിനിറ്റിൽ താഴെയാണ് എന്താണേലും. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ ട്യൂൺഡായി, അതായത് ഓരോ മിനിറ്റിലും നിങ്ങൾ പുതിയ പുതിയ ടോപ്പിക്ക് കാണുവാണ്. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ അതുമായിട്ട് യൂസ്ഡ് ആയി. അപ്പൊ നിങ്ങളുടെ ബ്രെയിനിന് ഇനി 1 മിനിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറിൽ കൂടുതൽ ഒരേ ടോപ്പിക്ക് തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് അത് വിരസമായിട്ട് അനുഭവപ്പെടും. അതിന്റെ കാരണം എന്താണ്? ഒത്തിരി റീൽസ് കാണുമ്പോൾ, നമ്മൾ ഈ റീൽസ് കാണുമ്പോൾ പുതിയ പുതിയ ടോപ്പിക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ മിനിറ്റിലും ടോപ്പിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് നമ്മുടെ ബ്രെയിൻ അഡ്ജസ്റ്റഡ് ആയി. അപ്പൊ അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അറ്റൻഷൻ സ്പാൻ തന്നെയാണ് ICT കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ICT എനേബിൾഡ് ആയിട്ടുള്ള ക്ലാസ് റൂമിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ത് തന്നെയാണ്? അറ്റൻഷൻ സ്പാൻ തന്നെയാണ്. ബാക്കിയൊക്കെ കറക്റ്റ് ആണ് അല്ലെ. നമ്മൾ ICT വന്നു കഴിഞ്ഞപ്പോൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയി എന്നാണ് പറയുക. കാരണം നമ്മൾ കണ്ടുപഠിക്കാൻ പറ്റുന്നു അല്ലെ. പണ്ടുള്ളത് പോലെയല്ല, നമുക്ക് വീഡിയോ കാണാം അല്ലെ. ഇപ്പൊ നമ്മളൊരു ക്ലാസ് നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോ ഇഷ്ടം പോലെ ആക്സസ് ഉണ്ട്. നമ്മളിപ്പോ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒക്കെ ഒരു ക്ലാസ് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ AI നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടും. അപ്പൊ ഇതൊക്കെ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു നെഗറ്റീവ് പറയുന്നത് എന്താണ്? അറ്റൻഷൻ സ്പാന് കുറയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാനിന്റെ ഒരു പ്രശ്നം മാത്രമാണ് ICT റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. വേറെ എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ആൻസർ C ആണ്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ നോക്കാം. 5th question നോക്കിയേ. In communicating in a classroom situation, which one of the following approaches will be considered most appropriate? അപ്പൊ ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളൊക്കെ ക്ലാസ് റൂം റിലേറ്റഡ് ആണ്. അപ്പൊ ക്ലാസ് റൂം റിലേറ്റഡ് അല്ലാതെയും ചോദ്യങ്ങൾ വരാട്ടോ. ഓക്കെ, അപ്പൊ ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷനിൽ ഏത് അപ്രോച്ചാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്നാണ്? നോക്കാം. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുന്നേ പറയണേ, ഇത് ഇങ്ങനെയാണ്, ടീച്ചർ അങ്ങനെ പറയുന്നത് ശരിയാണോ, അതായത് ഇത് ഇങ്ങനെയാണ്, നിങ്ങൾ കൂടുതലൊന്നും ചോദിക്കണ്ട എന്ന് പറയുന്നത്. കൺഫേമിസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്? അതായത് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അതായത് ടീച്ചർ ഒരു കാര്യം അങ്ങ് പറയുക, ഇതാണ്, എന്നിട്ട് അതിൽ മാറ്റം വരുത്താതെ അവിടെ എങ്ങോ അടി ഉറച്ചു നിൽക്കുന്നത് പോസിറ്റീവ് ആണോ? അല്ല, അതൊരു നെഗറ്റീവ് ആണ്. ഇനി ടെക്നിക്കൽ ആൻഡ് ഡോമിനിയറിംഗ്. ടെക്നിക്കൽ അവിടെ നിൽക്കട്ടെ. ഡോമിനിയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഡോമിനേറ്റ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആണോ? അല്ല, പോസിറ്റീവ് അല്ല. A പറ്റില്ല, B പറ്റില്ല. ഇനി C നോക്കിയേ. പേഴ്സണൽ ആൻഡ് എമുലേറ്റീവ്.
പേഴ്സണൽ എന്താണ്? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ പേഴ്സണൽ ആവാൻ പാടുണ്ടോ? ഇല്ല. എമുലേറ്റ് എന്ന് വെച്ചാൽ എമുലേറ്റ് ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് കറക്റ്റ് ആ വേർഡ് മീനിങ് ഞാനൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. പേഴ്സണൽ ആയിരിക്കാൻ പാടില്ല എന്താണെങ്കിലും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പൊ ടീച്ചറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടീച്ചർ ഒരു കാര്യത്തിനെ പേഴ്സണൽ ആയിട്ട് എടുക്കുക, അങ്ങനെ ഒരിക്കലും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ വരില്ല. അപ്പൊ സിയു അല്ല. ഇനി ഡി നോക്കിയേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം? എംപത്തറ്റിക് ആയിരിക്കണം എന്ന്. അപ്പൊ വേറൊരു വേർഡും കൂടെ അവിടെ വരുന്നുണ്ട്, പ്രാഗ്മാറ്റിക്. പ്രാഗ്മാറ്റിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? പ്രാക്ടിക്കൽ അല്ലെ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രാക്ടിക്കൽ ആയിരിക്കണം. പ്രാക്ടിക്കൽ ഇൻ ദ സെൻസ് അവിടെ പ്രാക്ടിക്കൽ ഇതായിട്ട് ക്ലാസ് കൊടുക്കണം എന്നല്ല പറയുന്നത്. എന്ത് കാര്യത്തിനും ഒരു പ്രാക്ടിക്കാലിറ്റി വേണം. അതായത് ഒരു പ്രൂഫ് ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊരു എന്താണ്, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ടീച്ചറിന് അതിനൊരു പ്രാഗ്മാറ്റിക് സെൻസിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡി ആയിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ ചില വേർഡുകളാണ് നമ്മളെ ട്വിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില വേർഡുകളൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരാൾക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒത്തിരി വേർഡുകൾ കാണും. അപ്പൊ ഈ വേർഡ് കാണുമ്പോൾ അതിന്റെ മീനിങ്ങും കൂടെ എഴുതി വെച്ച് പോവാ. ഓക്കെ, ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Which of the following would influence the effectiveness of communication in classroom instruction in a critical way? അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റീവ് ആക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്ത് കാര്യമെന്നാണ്? സബ്ജക്ട് നോളജ് ഓഫ് ദി ടീച്ചർ. അപ്പൊ നിങ്ങൾ സബ്ജക്ട് നോളജ്, ഓക്കെ, അത് നമുക്ക് എടുക്കാവുന്നതാണ്. അക്കാഡമിക് ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ടീച്ചർ. പേഴ്സണാലിറ്റി ഒരിക്കലും വരില്ല, ബി പറയാൻ പറ്റില്ല. ടീച്ചിങ് സ്റ്റൈൽ പ്രിഫേർഡ് ബൈ ദ ടീച്ചർ വൈൽ ട്രാൻസാക്ടിങ്. ടീച്ചിങ് എയ്ഡ് യൂസ്ഡ് ബൈ ടീച്ചർ വൈൽ മേക്കിംഗ് പ്രസന്റേഷൻ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? എന്തുകൊണ്ടായിരിക്കും സി വന്നിട്ടുണ്ടാവുക? എന്തായാലും ടീച്ചറിന്റെ പേഴ്സണാലിറ്റി അവിടെ മാറ്റർ അല്ല. അപ്പൊ ബി അല്ല എന്ന് മനസ്സിലായി. എയും സിയും ഡിയും ഒക്കെ വേണ്ടതല്ലേ നിങ്ങൾ ചിന്തിക്കും. സബ്ജക്ട് നോളജ് എന്ന് പറയുന്നത് അവിടെ വേറൊരു ചോദ്യം, അവിടെ വേറൊരു വേർഡ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇൻ എ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ഇൻ എ ക്രിട്ടിക്കൽ വേ. ബെസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ വേ. അവിടെ സബ്ജക്ട് നോളജ് ഓഫ് ദി ടീച്ചർ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ട ഒരു സംഭവമല്ലേ? അതൊരു ക്രിട്ടിക്കൽ വേ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ടീച്ചിങ് എയ്ഡ്, ടീച്ചർ ഒരു ടീച്ചിങ് എയ്ഡ്, ഇപ്പൊ ഞാനും ഒരു ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനും സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, വേറൊരു ടീച്ചറും സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും സബ്ജക്ട് നോളജ് ഉണ്ട്. രണ്ടുപേരുടെയും ക്ലാസ്സുകൾ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ആ ടീച്ചറിന്റെ സ്റ്റൈലാണ് അല്ലെ? ആ കാര്യം പഠിപ്പിക്കുമ്പോൾ ആ ടീച്ചർ ഉപയോഗിക്കുന്ന സ്റ്റൈലാണ് വ്യത്യാസം വരുന്നത് അല്ലെ? ഇപ്പൊ എന്റെ കയ്യിൽ ഒരേ PPT ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരേ PPT ഉപയോഗിച്ച് രണ്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുവാണ്. അപ്പൊ രണ്ടുപേരുടെ സബ്ജക്ട് നോളജ് സെയിം ആണ്. പിന്നെ എന്താണ് രണ്ടുപേരുടെയും ക്ലാസ്സിനെ വ്യത്യസ്തമാക്കുന്നത്? എന്താണ്? ആ ടീച്ചറിന്റെ സ്റ്റൈലാണ് അല്ലെ? ആ ടീച്ചർ അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു PPT കിട്ടിക്കഴിഞ്ഞാലും, ഇപ്പൊ നിങ്ങൾ ഒരാളുടെ PPT കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ PPTയെ എങ്ങനെ അവതരിപ്പിക്കുന്നു, അയാൾ ഏത് സ്റ്റൈൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചില ടീച്ചേഴ്സ് വളരെ ഈ PPT വെറുതെ വായിച്ചു പോകുന്ന ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ? ഇപ്പൊ PPT പ്രിപ്പയർ ചെയ്തിട്ട് ആ PPT ചുമ്മാ കാണിച്ചിട്ട് വായിച്ചു പോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ആ സെയിം PPT തന്നെ വേറെ ആൾ ഉപയോഗിക്കുകയാണ്. ആ സെയിം PPT ഉപയോഗിച്ചിട്ട് അയാൾ അതിനെ വ്യത്യസ്ത രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് ഡിഫറെന്റ് ആവും, ആ ക്ലാസ് ഇഫക്റ്റീവ് ആവും. അതെന്തുകൊണ്ടാണ്? അവിടെ ടീച്ചർ ഉപയോഗിച്ച സ്റ്റൈലാണ് വ്യത്യാസം വരുന്നത് അല്ലെ? അപ്പൊ എപ്പോഴും ഒരു ക്ലാസ് റൂമിന്റെ കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റീവ് ആക്കുന്നത് ടീച്ചറിന്റെ സബ്ജക്ട് നോളജ് അല്ല, ടീച്ചർ ഉപയോഗിക്കുന്ന ടീച്ചിങ് എയ്ഡ് അല്ല. ഇതൊക്കെ വേണം, പക്ഷെ അതിനെ ഡിഫറെന്റ് ആക്കുന്നത് എന്താണ്? ടീച്ചറിന്റെ ടീച്ചിങ് സ്റ്റൈലാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ അവിടെ ആ ഒരു ക്രിട്ടിക്കൽ വേ എന്നോട് കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ വേയിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കുന്നത് ടീച്ചറിന്റെ സ്റ്റൈല് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. A teacher decides to form a 6 group of students and assign a sub-theme to each group for discussion and reporting. അതായത് ടീച്ചർ കുട്ടികളെ 6 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ തീം കൊടുത്തു, ഓരോ സബ്ജക്ട് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? അവരത് ഡിസ്കസ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. Which kind of communication model will best describe his or her strategy in this regard? ഇവിടെ ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മോഡൽ ആണെന്നാണ്. അപ്പൊ നമുക്ക് 4 മോഡലുകൾ തന്നിട്ടുണ്ട്: ലീനിയർ, ഹൊറിസോണ്ടൽ, ഇന്ററാക്ഷണൽ, ട്രാൻസാക്ഷണൽ. ലീനിയർ എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് മെസ്സേജ് റിസീവറിലേക്ക് പോയി, അവിടെ നിന്നു. റിസീവറിൽ നിന്ന് തിരിച്ച് മെസ്സേജ് സെന്ററിന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു സെന്ററിൽ നിന്നൊരു മെസ്സേജ് ആർക്ക് പോയി?
റിസീവറിന് പോയി, അവിടം വരെ അത് എത്തിയുള്ളൂ, അവിടെ നിന്നു. അതിനെയാണ് ലീനിയർ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് ലീനിയർ മോഡൽ ആയിരിക്കോ? ഒരിക്കലും ലീനിയർ മോഡൽ ആയിരിക്കില്ല. കാരണം ഇവിടെ ടീച്ചർ ഓരോ കുട്ടികൾക്കും ടോപ്പിക് കൊടുത്തു, എന്നിട്ട് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആ കുട്ടികൾ തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്ലൈ തരുന്നുണ്ട്. അപ്പൊ അത് ലീനിയർ ആയിരിക്കോ? ലീനിയർ ആയിരിക്കില്ല. കാരണം ലീനിയറിൽ എന്തില്ല? ഫീഡ്ബാക്ക് ഇല്ല. മെസ്സേജ് സെന്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തി, അവിടെ അവസാനിച്ചു. അവിടെ എന്തില്ല? ഫീഡ്ബാക്ക് ഇല്ല. അപ്പം ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറയാന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? അവിടെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് റിസീവർ ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരിക്കലും അത് എന്താവില്ല? ലീനിയർ മോഡൽ ആവില്ല. ലീനിയർ മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങൾ ചുമ്മാ അത് കേട്ടോണ്ടിരിക്കുന്നു, നിങ്ങൾ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ലീനിയർ മോഡൽ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അത് ലീനിയർ മോഡൽ അല്ല. നമ്മൾ കട്ട് ചെയ്തു. ഇനി ഹൊറിസോണ്ടൽ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഒരേ തരത്തിലുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ മോഡൽ എന്ന് പറയാം. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഹൊറിസോണ്ടൽ മോഡൽ അല്ല. എവിടെയാണ് ഈ ഹൊറിസോണ്ടൽ മോഡൽ വരിക? അതായത് ഇപ്പൊ ഒരു കമ്പനിയിൽ ഒരേ തസ്തികയിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ ഒരേ പോസ്റ്റില് ഒരേ സാലറി വാങ്ങിക്കുന്ന രണ്ട് ആളുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ രണ്ടാളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയാ. അപ്പൊ ഇവിടെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും എന്താവില്ല? ഹൊറിസോണ്ടൽ ആവില്ല. അപ്പൊ നമ്മൾ അവിടെ കട്ട് ചെയ്തു. അടുത്തത് ഇന്ററാക്ഷണലും പിന്നെ ട്രാൻസാക്ഷണലും ആണ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇന്ററാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഞാൻ ഇന്ററാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കൽ വാങ്ങലില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നു, നിങ്ങൾ തിരിച്ചു ഒരു റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അവിടെ കൊടുക്കൽ വാങ്ങലില്ലെങ്കിൽ അത് ഇന്ററാക്ഷൻ എന്ന് പറയും. ഇപ്പൊ ഞാൻ പറയാണ് ഹലോ, നിങ്ങൾ തിരിച്ച് ഹലോ എന്ന് പറയാണ്, അതൊരു ഇന്ററാക്ഷൻ ആണ്. ട്രാൻസാക്ഷണൽ എന്താണ്? ട്രാൻസാക്ഷൻ എന്ന് പറയില്ലേ നമ്മള്, അല്ലെ? ഇപ്പൊ ബാങ്ക് ട്രാൻസാക്ഷൻ, അതായത് നമ്മള് ബാങ്കിൽ ക്യാഷ് ഇടുന്നു, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നു, അല്ലെ? അവിടെ രണ്ടും നടക്കുന്നുണ്ട്. അതുപോലെയാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ കുട്ടികൾ പരസ്പരം എന്താണ്? ഒരു കുട്ടിയുടെ ഐഡിയ മറ്റാൾ എടുക്കുന്നു, ആ കുട്ടിയുടെ ഐഡിയ ഇയാൾ എടുക്കുന്നു, അങ്ങനെ ഒരു ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒന്ന് രണ്ട് വേർഡുകൾ, ഒന്ന് എംപത്തറ്റിക്, രണ്ടാമത്തത് ട്രാൻസാക്ഷണൽ. അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെ? എല്ലാ കുട്ടികളുടെയും നോളജുകൾ തമ്മിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഗിവ് ആൻഡ് ടേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. സോ എന്താണ്? ട്രാൻസാക്ഷണൽ. അതുകൊണ്ടാണ് ഇത് ട്രാൻസാക്ഷണൽ ആയത്. ഇന്ററാക്ഷണൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഡിഫറെന്റ് മോഡൽസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആൻസർ എന്താണ്? ട്രാൻസാക്ഷണൽ ആണ്. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Which of the following is a powerful determinant for effective assertive communication? Assertive എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇതിനു മുന്നേ കുറെ സ്ഥലത്ത് assertive എന്ന് കണ്ടു. assertive എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്നത് ആണ്, അല്ലെ? assertive communication. അപ്പൊ effective assertive communicationൽ പവർഫുൾ, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്താണെന്നാണ്, അതിനെ തീരുമാനിക്കുന്നത്. അത് ഒരു കമ്മ്യൂണിക്കേഷൻ അസേർട്ടീവ് ആവണമെങ്കിൽ അത് എന്ത് തരം കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം എന്നാണ്. യു മെസ്സേജ്, വി മെസ്സേജ്, ദേ മെസ്സേജ്, ഐ മെസ്സേജ്. അതായത് യു മെസ്സേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് വരുന്ന മെസ്സേജിൽ എനിക്ക് എത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റും? എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. വി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, എനിക്ക് എന്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. എന്റെ കൂടെ 3, 4, 5 ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് വി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്താണേലും, അവിടെയും എനിക്ക് അസേർട്ടീവ് ആവാൻ പറ്റില്ല. ദേ മെസ്സേജ് എന്ന് പറയുമ്പോൾ അവര് പറയുന്ന കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഐ മെസ്സേജുകള്, ഐ ബിലീവ്, ഐ ആം ഷുവർ, ഐ നോ എന്ന് പറയുന്നതാണ് എന്ത് തരം മെസ്സേജ്? അസേർട്ടീവ് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഐ എന്ന് പറയുന്നതായിരിക്കും. ഐ ബിലീവ്, ഐ സ്ട്രോങ്ലി ബിലീവ്. വി ബിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല? അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ അല്ല. കാരണം വി ബിലീവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിൽ ചിലപ്പോൾ ഒരാൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം അത് മാറി. പക്ഷെ ഐ എന്ന് പറയുമ്പോഴോ, ഐ ബിലീവ് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ മാറാനില്ല. അത് എപ്പോഴും എന്തായിരിക്കും? അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഐ ആയിരിക്കും. ഐ ബിലീവ്, ഐ തിങ്ക്, ഐ ആം ഷുവർ, ഇങ്ങനെയുള്ള മെസ്സേജുകളാണ് അസേർട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫക്റ്റീവ് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ.
അപ്പൊ അത് ഡി ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. അതായത് ഇതുപോലെ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള, ഇപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് പലതും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ, ഇത് ഓരോ തവണയും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അതായത് നിങ്ങൾ എങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തയ്യാറെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തിയറി മാത്രം പഠിച്ചു വെച്ചതുകൊണ്ടായില്ല. നിങ്ങൾ ഏത് തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിനെ ടാക്കിൾ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ച സാധനം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു 2 ക്വസ്റ്റ്യൻ ഒരേ പാറ്റേണിൽ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് ഈ പാറ്റേണിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഓൾറെഡി കണ്ടതല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം എന്ന്. കാരണം തിയറി പഠിച്ചുകൊണ്ടിരിക്കരുത്, അത് വെറും വേസ്റ്റ് ഓഫ് ടൈം ആണ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തിയറി കുറെ പഠിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഇൻ ദ സെൻസ് നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറി മാത്രം പഠിച്ചാൽ മതി. ഓരോ ടോപ്പിക്കിനും നിങ്ങൾ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ മാക്സിമം, ഏറ്റവും വലിയ ടോപ്പിക് ആണെങ്കിൽ 3-4 മണിക്കൂർ. ഇപ്പൊ ഹയർ എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തിയറി പഠിക്കാനുണ്ട്, ICTക്കും അത്യാവശ്യം പഠിക്കാനുണ്ട്, കാരണം കുറെ ടൈപ്സ് ഓഫ് സംഭവങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അത് അത്യാവശ്യം തിയറി നിങ്ങൾ ഒന്ന് സ്ട്രോങ് ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് റിവൈസ് ചെയ്യാൻ നിൽക്കാതെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ ഈ റിവൈസ് ചെയ്യുന്ന സമയം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ അതൊരു റിവിഷൻ ആണ്. പലരും വിചാരിക്കുന്ന ഈ പഠിച്ച സാധനം തന്നെ വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ ഒരു തവണ എല്ലാ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താണ് റിവിഷൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതാണ് റിവിഷൻ. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അത് ചെയ്യുന്നത് ശരിക്കും ആക്ച്വലി ഒരു റിവിഷൻ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാ ടോപ്പിക്കും, ഇനിയിപ്പോ നിങ്ങൾക്ക് അധികം സമയമില്ല, എല്ലാ ടോപ്പിക്കും ഒന്ന് ഒരു ദിവസം മുഴുവനായിട്ട് ഒന്ന് അങ്ങ് പഠിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡൗട്ട് വരും. അപ്പൊ നിങ്ങൾ ആ ടോപ്പിക്കിലേക്ക് ഒന്ന് തിരിച്ചു വരിക, ആ ഏരിയ ഒന്ന് വായിക്കുക, അതൊന്ന് ക്ലിയർ ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അങ്ങനെ ആയിരിക്കണം ഇനിയുള്ള നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതല്ലാണ്ട് വെറുതെ പഠിച്ചത് തന്നെ വീണ്ടും കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസ് കാണുക. അപ്പൊ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ വീണ്ടും ഇത് പറയുന്നത് കുറച്ചു പേരെങ്കിലും ഈ തിയറി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, തിയറി പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട. ഇപ്പൊ പല ബുക്ക് കാണുമ്പോൾ വേറൊരു ബുക്കിൽ ചിലപ്പോൾ വേറെ ടോപ്പിക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, എന്നാ അത് പഠിക്കാൻ പോവാം. അങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിച്ച് തീരില്ല. അതായത് നമുക്ക് ഇൻഫർമേഷൻ ഓവർലോഡ് ആണല്ലേ. നമ്മളിപ്പോ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ഇൻഫർമേഷൻ കുറേ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം പഠിക്കണ്ട, നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം പഠിച്ചാൽ മതി. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് NTA ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക എന്നുള്ള ഐഡിയ കിട്ടും. അതല്ലാണ്ട് നിങ്ങൾ വെറുതെ സിലബസ്, ഇപ്പൊ റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് മെത്തഡോളജിയുടെ 600-700 പേജുള്ള റെഫറൻസ് ബുക്കുകൾ ഉണ്ട്. അത് നിങ്ങൾ മുഴുവൻ പഠിക്കാൻ പറ്റുമോ? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, BEdന്റെ ബുക്കുകളൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? 700-800 പേജുള്ള പുസ്തകങ്ങളുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ അത് മുഴുവൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈം ആണ്. കാരണം അത് നമുക്ക് വേണ്ട, അത്രയും നമുക്ക് വേണ്ട. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഒത്തിരി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാതിരിക്കുക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സമയം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ നോക്കാം. വെൻ സ്റ്റുഡൻസ് പ്ലേസ് ദം ക്ലോസ് ടു സർട്ടൻ കമ്മ്യൂണിക്കേഷൻ സോഴ്സസ് ഇറ്റ് വിൽ ലീഡ് ടു. അതായത് കമ്മ്യൂണിക്കേഷൻ സോഴ്സ് എന്ന് പറയുന്ന ആരാണ്? സോഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നാണോ കമ്മ്യൂണിക്കേഷൻ പുറപ്പെടുന്നത് അതാണ്. ഇപ്പൊ നിങ്ങളൊരു മൊബൈൽ ഫോണിൽ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ അല്ലെങ്കിൽ സ്പോട്ടിഫൈയിൽ നിങ്ങൾ പാട്ട് വെച്ചേക്കുവാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സോഴ്സ് എന്താണ്? മൊബൈലാണ്. ഇനി നിങ്ങൾ മൈക്കിൽ പാട്ട് വെച്ചേക്കുവാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സോഴ്സ് എന്താണ്? മൈക്കാണ്, അല്ലെ? സ്പീക്കർ, സോറി മൈക്കല്ല, സ്പീക്കർ. അപ്പൊ സ്പീക്കർ ആണ് കമ്മ്യൂണിക്കേഷൻ സോഴ്സ്. ആ സ്പീക്കറിലാണ് പാട്ട് വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് when students place themselves close to certain communication source, കുട്ടികള് കമ്മ്യൂണിക്കേഷൻ സോഴ്സിനോട് ക്ലോസ് ആയിട്ടിരുന്നാൽ ഇറ്റ് വിൽ ലീഡ് ടു, അത് എന്തിലേക്ക് നയിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോഴ്സ് ഡോമിനേഷൻ. അതായത് ഇപ്പൊ നിങ്ങൾ സോഴ്സിന്റെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ സോഴ്സ് നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യോ? ഇല്ല. ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ ടീച്ചറിന്റെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആ സോഴ്സ് ആയ ടീച്ചർ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യോ? ഇല്ല. ഇനി സിലക്റ്റീവ് എക്സ്പോഷർ, നെഗറ്റീവ് ചോയ്സസ്, ഇംപേഴ്സണൽ ബിഹേവിയർ. സിലക്റ്റീവ് എക്സ്പോഷർ എന്താണ്? നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. അതായത് നിങ്ങൾ വലിയൊരു ക്യാൻവാസിൽ ഒരു പിക്ചർ വരച്ചേക്കുവാണ്, വലിയ ക്യാൻവാസിലാണ്. അതായത് നല്ല ഒരു 100 മീറ്റർ ഒക്കെ
വലിപ്പമുള്ള വലിയൊരു ക്യാൻവാസ് ആണെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ആ 100 മീറ്റർ ക്യാൻവാസിലെ പിക്ചർ മുഴുവൻ കാണണമെങ്കിൽ നിങ്ങൾ ദൂരെ നിൽക്കണം അല്ലെ. ആ 100 മീറ്ററിലുള്ള അത്രയും പിക്ചർ ഫുള്ള് കാണണമെങ്കിൽ നിങ്ങൾ ദൂരെ നിന്നാലല്ലേ നിങ്ങൾക്ക് ഒരു ഫുൾ വ്യൂ കിട്ടുള്ളൂ അല്ലെ. ഇപ്പൊ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറയും കൊണ്ട് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫേസ് മാത്രമല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഫുൾ സൈസ് ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് പുറകിലേക്ക് നിൽക്കണ്ടേ. അതുപോലെ അതായത് സോഴ്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് സിലക്റ്റീവ് ആയിട്ടുള്ള എക്സ്പോഷർ ആയിരിക്കും കിട്ടുക. സിലക്റ്റീവ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്തേക്ക് പോകും തോറും ആ ഭാഗം മാത്രമായിരിക്കും, ദൂരെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ ഭാഗവും കിട്ടുക അല്ലെ. അപ്പം സോഴ്സിന്റെ അടുത്തേക്ക് പോകും തോറും നിങ്ങളുടെ എക്സ്പോഷർ എന്താവും, സെലക്റ്റീവ് ആവും. അപ്പൊ എന്താണ്, ബി ആണ് ആൻസർ ആയിട്ട് വരിക. നെഗറ്റീവ് ചോയ്സസും ഇംപേഴ്സണൽ ബിഹേവിയർ ഒന്നും ഉണ്ടാവില്ല. ഇംപേഴ്സണൽ പേഴ്സണൽ അല്ലാത്ത അതൊന്നും അല്ല മാറ്റർ അല്ലെ. സോഴ്സും റിസീവറും അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ സെലക്റ്റീവ് എക്സ്പോഷർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ റെയർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല ആക്ച്വലി. പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അത് ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, 10th ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a powerful indicator of miscommunication in a classroom transaction? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നുള്ളതിന്റെ പവർഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഏതാണെന്നാണ് ചോദ്യം. അതായത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ എന്തോ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്, എന്തോ മിസ്കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം എന്താണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, വോളി ഓഫ് ക്വസ്റ്റ്യൻസ് റെലവെന്റ് ടു ദ സബ്ജക്ട്. വോളി എന്ന് വെച്ചാൽ എന്താണ്, കൂട്ടം. സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടാവുന്നത് മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണോ? ഒരിക്കലും അല്ല. ഇപ്പൊ ഞാനൊരു ക്ലാസ് എടുത്തു. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ഒത്തിരി ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് അല്ലാതായി എന്നാണോ? അല്ല, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആയി. അതുകൊണ്ടാണ് അത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചത് അല്ലെ. അത്രയും ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മനസ്സിലായി അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ നിന്ന് അത്രയും കാര്യങ്ങൾ അറിയണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആയതുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, രണ്ടാമത്തത് യോണിംഗ് ബൈ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്. മിസ്കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പെട്ടെന്ന് അത് ആൻസർ ആയിട്ട് എടുക്കാൻ ഒരു ടെൻഡൻസി വരും. മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോഴാണോ യോണിംഗ് ഉണ്ടാവുന്നത്? യോണിംഗ് എന്ന് വെച്ചാൽ കോട്ടുവായ ഇടുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ തെറ്റുമ്പോഴാണോ കോട്ടുവായ ഇടുന്നത്? അല്ല, നമ്മൾ ബോറടിക്കുമ്പോഴല്ലേ. അപ്പൊ ബി വരില്ല. അപ്പൊ പെട്ടെന്ന് ബി എന്നുള്ളത് ചാടിക്കേറി പറയരുത്. പലരും ബി എന്ന് വിചാരിക്കും, കാരണം യോൺ ചെയ്യുന്നത് എന്നൊരു നെഗറ്റീവ് അല്ലേ. അപ്പൊ ഇവിടെ മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ അതാണോ എന്ന്? അല്ല, മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ എന്തോ പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പാകപ്പിഴ സംഭവിക്കുമ്പോഴല്ല യോണിംഗ് ഉണ്ടാവുന്നത്, കോട്ടുവായ ഇടുന്നത് അല്ലെ. കോട്ടുവായ ഇടുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബോറിംഗ് ആവുമ്പോഴാണ്. അപ്പൊ ബി അല്ല ആൻസർ. പർപ്പസ്ലി നോൺ പാർട്ടിസിപ്പേറ്റീവ് മൂവ്സ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികള് പർപ്പസ്ഫുള്ളി അല്ലെ, പർപ്പസ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബോധപൂർവം പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക ക്ലാസ്സിൽ. അതെന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ആ ടീച്ചറിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. അത് മിസ്കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടാവണമെന്നില്ല. ബോധപൂർവം ചില കുട്ടികൾ ചില ക്ലാസ് ബങ്ക് ചെയ്യുന്നു. അത് ചിലപ്പോൾ ആ ടീച്ചറിനോടുള്ള വ്യക്തിവിരോധമോ അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചർ അവരെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ടീച്ചറിന്റെ ക്ലാസ് ഇരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക. ഇതൊക്കെ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതുകൊണ്ടല്ല, അത് പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും അല്ലെ. അപ്പൊ സിയുമല്ല. ഇനി ഡി നോക്കിയേ, വോളി ഓഫ് ക്വസ്റ്റ്യൻസ് ഇറെലവെന്റ് ടു ദി സബ്ജക്ട്. സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കുട്ടികൾക്ക് ആ പഠിപ്പിച്ച ടോപ്പിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടികൾക്ക് ആ ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല അല്ലെ. അപ്പൊ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. മിസ്കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ എന്താണ്? ചോദ്യവുമായിട്ട് അല്ലെങ്കിൽ പഠിപ്പിച്ച ടോപ്പിക്കുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ എന്തിന്റെ? മിസ്കമ്മ്യൂണിക്കേഷന്റെ. ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യാം. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിലായതുകൊണ്ട് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ഉൾപ്പെടുത്താനും പറ്റില്ല, കാരണം അത്ര പരിമിതമായ സമയമല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ ഓക്കെ, അപ്പോ നന്നായിട്ട് തന്നെ പഠിക്കുക. ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയമേ ഉള്ളൂ. കിട്ടുന്ന സമയം നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുക. ചോദ്യങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്.
ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.